നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ഒരു ഹോട്ടലാണ്, വലുതായിട്ട് അറിയണ്ട. അവിടെ പേരൊക്കെ അഥവാ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം പറയാം. അവിടെ ഇതേപോലെ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. അതായത് ഹോട്ടലിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ വരുമ്പോൾ നിങ്ങളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ചങ്കിനെ മെൻഷൻ ചെയ്യുക. വീട്ടുകാരൊക്കെ പറയും വീട്ടിൽ ജോലിക്ക് പോടാ, എന്നിട്ട് പോകാതിരിക്കുന്നവർക്ക് കൊണ്ട് അയച്ചു കൊടുക്കും. താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറയുക. ലൊക്കേഷനൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി റിപ്ലൈ ആയിട്ട് മറുപടി തരാം. ഓക്കെ, അപ്പം ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പം ഗ്രൂമിങ് പക്കായിരിക്കണം. മീശ ഒക്കെ കട്ട് ചെയ്ത്, താടിയൊക്കെ ട്രിം ചെയ്ത്, ഹെയറൊക്കെ നല്ലതായിട്ട് ഗ്രൂമിങ് സെറ്റായിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി നല്ലതായിട്ടുണ്ടാവും. നിങ്ങൾക്ക് വെളിയിൽ പോകാൻ കൊണ്ടുള്ള ചാൻസും ഉണ്ട്. അതായത് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ തന്നെ ബ്രാഞ്ച് ദുബായിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ ബ്രാഞ്ച് അവിടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോകുന്നുണ്ട്. അതേപോലെ ഈ ഇടയ്ക്ക് തന്നെ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കോഴിക്കോട് ഓൾറെഡി ഉണ്ട്. ഇതെല്ലാം 4 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പം ജോലിയും കൂലിയില്ലാത്ത ആ സുഹൃത്തിനും അയച്ചു കൊടുത്തിട്ട് വരുന്നെങ്കിൽ വരാൻ പറ. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, അത്യാവശ്യം സാലറി കിട്ടും. എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ പഠിച്ചിറങ്ങി ഇതിന് കയറാൻ വേണ്ടി നിൽക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിനിങ് ആയിട്ടൊക്കെ എടുക്കുള്ളൂ. ഞാനൊക്കെ ട്രെയിനിങ്ങിന് നിന്ന സമയത്ത് വെറും 4000 രൂപയ്ക്കൊക്കെ നിന്നേ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ എല്ലാവരും പറയുന്നതാണ് ജോലിക്ക് പോയ എക്സ്പീരിയൻസ് ഇല്ല. എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണ്ടേ. അങ്ങനല്ല, നിങ്ങൾ ഈ കൊച്ചു പിള്ളേരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെ വലിയവരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അടുത്ത് പറയുക. +2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്തുള്ള ഏതെങ്കിലും കടയിൽ വല്ല ബില്ലിങ്ങിലോ അല്ലെങ്കിൽ ഹെൽപ്പറായിട്ടോ ഏതെങ്കിലും കടകളിലേക്കൊക്കെ കയറി നിൽക്കാൻ പറ. വല്ല സൂപ്പർ മാർക്കറ്റിലോ പാർട്ട് ടൈം ആയിട്ടോ ഒക്കെ കയറി നിന്ന് എക്സ്പീരിയൻസ് ആവും. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ഞാൻ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി അവർ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, വീട്ടിൽ ഫുഡ് പഠിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനൊക്കെ. അല്ലേ പിന്നെ ഈ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് 22-23 വയസ്സിൽ വന്നിട്ട് അപ്പം തൊട്ട് 4000 രൂപ 5000 രൂപ. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ പണി പാളിയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അടുത്തോ അല്ലെ നിങ്ങളുടെ ആരുടെയും അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെ നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്നവർ. ഓക്കെ, അപ്പം പിന്നെ പൂച്ചയുടെ കാര്യം പറഞ്ഞാൽ 5000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അടിപൊളി സാധനം. ഞാൻ അവസാനം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവസാനമല്ല, ഇപ്പോൾ കാണിച്ചു തരാം. വാങ്ങാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതേപോലെ ജോലി വേണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ശരി. എന്നാൽ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി ചെയ്യാൻ. ഓക്കെ, ശരിയാ. ജോലി വേണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യണം. അതേപോലെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറ ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ. അതായത് കോട്ടയം, എറണാകുളം, പിന്നെ വെളിയിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉള്ളത്. അതായത് ഹോട്ടൽ ഫീൽഡിലേക്ക് എല്ലാ പണിയുണ്ട്. അക്കൗണ്ടിങ് ഉണ്ട്, അക്കൗണ്ട് പരമായിട്ടുള്ള ജോലിയുണ്ട് ഇവിടെ. അതേപോലെ കുക്കിങ്, പിന്നെ ഫ്രണ്ട് ഓഫീസ്, സർവീസ്, ഹൗസ് കീപ്പിങ്, എല്ലാ സംഭവവും ഉണ്ട്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസമല്ല ഒരാഴ്ചയായി കേട്ടോ ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ പോയിരിക്കുന്നുണ്ടോ, ഇച്ചിരിയേ ഉള്ളു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കൊടുക്കാം. ഇതിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പൂടപ്പൂച്ചയാണ് കേട്ടോ, നല്ല പൂടയാണ്. അതേപോലെ ഇതിൻ്റെ കണ്ണെന്നൊക്കെ പറയുമ്പോൾ നല്ല നീല കളറാണ്. 5000 രൂപയാണ്. അല്ലേ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊരു കാര്യം ചെയ്യാം, 1000 രൂപയ്ക്ക് കൊടുക്കുക. 1000 രൂപയ്ക്ക് കൊടുക്കുന്ന നഷ്ടമാണ്. നമ്മളൊരു വീട്ടിൽ നിന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ്. അവർ ഫ്രീ ആയിട്ടാണ്. പക്ഷേ ഇത് വളർന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ കണ്ണുണ്ടല്ലോ, ഹൈബ്രിഡ് കണ്ണാണ്. അപ്പോൾ പിന്നെ 5000 രൂപയെങ്കിലും കിട്ടേണ്ടതാ. നിങ്ങൾ ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയാം. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കയ്യിൽ
നല്ല പൂത്ത കാശ് ഉണ്ടാവും. അപ്പോൾ പിന്നെ 5000 രൂപയ്ക്ക് നമ്മൾ പൂച്ചേനെ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും എന്നെ പോലെ കയ്യിൽ പൈസ ഇല്ലാത്തവരായിരിക്കണമെന്നില്ലല്ലോ. എല്ലാവരും പണിക്ക് പോയി ജോലിക്ക് പോയി ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് മറന്നുപോയി. എന്നാലും ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്ന്. ഇയാൾ ഇങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ. സമരം ചെയ്യാതെ നോക്കത്തില്ല.